ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ആ കാലനിര, അതായത് പ്രീമച്യൂർ ഗ്രേ. അത് മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്സ്, പൊല്യൂഷൻ, അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിലും ഡാൻഡ്രഫൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ചെയ്താൽ മതിയാകും. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമേ എടുത്തിരിക്കുന്നത് ഇളം ചൂടോട് കൂടിയുള്ള നല്ല തിക്കായിട്ടും ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. സാധാരണയായിട്ട് ഇപ്പോഴൊക്കെ കഞ്ഞിവെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത് ആറിയതിന് ശേഷം ചെടികളിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഡെയിലി ഈ ഒരു കഞ്ഞിവെള്ളം എടുത്ത് വരികയാണെങ്കിൽ, അതും ഈ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നല്ല ഒരു 100 ഉപയോഗങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എണ്ണിലടങ്ങാത്തതാണെന്ന് തന്നെ പറയാം. നമ്മുടെ ശരീരത്തിൽ നമ്മളിത് കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നെയ്യ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് നെയ്യാണ്, അതും ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം ഇളം ചൂടോടുകൂടി ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു നെയ്യ് കഞ്ഞിവെള്ളത്തിൽ കലർന്ന് കിട്ടുന്നതായിരിക്കും. രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഒരു 11 മണി സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലൊരു കഞ്ഞിവെള്ളം അത് നെയ്യ് ചേർത്ത് നമ്മൾ കുടിച്ചു വരികയാണെങ്കിൽ അത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നത്. ഇത് നമ്മളുടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതും മാത്രമല്ല, നെയ്യിലടങ്ങിയിരിക്കുന്ന ബ്യൂട്രിക് ആസിഡ് കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ അകറ്റാനും സഹായിക്കുന്നുണ്ട്. കഞ്ഞിവെള്ളമാകട്ടെ അസിഡിറ്റി കുറയ്ക്കാനും വയറ്റിലെ അസ്വസ്ഥതകൾ മാറ്റാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ടും ഞാൻ നല്ല തിക്കായിട്ട് ഇളം ചൂടോടെയുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ പഴയ കഞ്ഞിവെള്ളം എടുക്കാണ്ട് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് നല്ല രീതിയിൽ തന്നെ അലിയത്തക്ക രീതിക്ക്. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഒരു കഞ്ഞിവെള്ളവും ഉപ്പും ചേർത്തിട്ടുള്ള ഈ ഒരു കൂട്ട് അല്ലെങ്കിൽ ഒരു കഞ്ഞിവെള്ളം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ട് നോക്കാം. നമ്മളുടെ മിക്കവരുടെ വീട്ടിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വേഗത്തിൽ തന്നെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആകുക എന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ നല്ല തിക്കായിട്ട് ഇളം ചൂടോടുകൂടിയുള്ള കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കലർന്ന് ഇതുപോലെ നിങ്ങളുടെ കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴുകുമ്പോൾ, പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ കഴുകുമ്പോൾ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പിൽ ചേർന്നിട്ടാണ് നമുക്ക് നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്നത്. ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ടും നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം 2 കരണ്ടി അളവാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാരസിറ്റമോൾ ടാബ്ലറ്റാണ്. അതും 2 ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ടാബ്ലറ്റ് ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പഴയ ടാബ്ലറ്റൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അത് എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ എടുത്ത കഞ്ഞിവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് 2 ടാബ്ലറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഇതുപോലെ പൊടിച്ച് നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പൊടിച്ച ടാബ്ലറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ആകണം, ആ ഒരു രീതിക്ക്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി ഒരു കഞ്ഞിവെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബോട്ടിൽ മൂടികളാണ്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ ശല്യക്കാരായ പല്ലി, പാറ്റ ഇവറ്റുകളെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കഞ്ഞിവെള്ളം ഇതുപോലെ നമ്മൾ ബോട്ടിൽ മുടിയിലാക്കിയതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ എവിടേക്കാണോ പല്ലിയുടെയും പാറ്റയുടെയും ശല്യമുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു ബോട്ടിൽ മുടി കഞ്ഞിവെള്ളത്തോടു കൂടി നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അവറ്റകളുടെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും കാണാൻ വേണ്ടിയിട്ട് കിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, ഈ ഒരു കഞ്ഞിവെള്ളം രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിലേക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം നമുക്ക് ഉണ്ടാവുകയില്ല. ആ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തേങ്ങ ഒട്ടും ചേർക്കാത്ത നല്ലൊരു ചട്നിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയുമാണ്. പച്ചമുളക് എടുക്കുമ്പോൾ ഒരു പച്ചമുളക് പഴുത്തതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതാ നമുക്ക് ഇനി ആ ഒരു എണ്ണ ചൂടായ ഉടനെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
എണ്ണയിലിട്ടിട്ട് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു എണ്ണയിൽ നിന്നും പച്ചമുളകും വെളുത്തുള്ളിയും കോരി മാറ്റാം. എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് സവോളയും വഴറ്റിയെടുക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവോളയാണ്. അത് നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വേഗത്തിൽ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പിഞ്ച് അളവിലേക്ക് ഉപ്പും നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കണ്ണാടി പരുവത്തിന് നമുക്ക് നമ്മുടെ സവോള വഴറ്റിയെടുത്താൽ മതിയാകും. സവോള വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. സവോള വഴറ്റിയതും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടുകടലയാണ്. അത് 2 കരണ്ടി, ചെറിയ കരണ്ടി അളവിലേക്ക് നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അത്തരം തന്നെ ഇനി നമുക്കൊരു 2 ഇല കറിവേപ്പില കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചട്നിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഹോട്ടലിലൊക്കെ ചട്നി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ഒരു കിടിലൻ ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല തിക്കായിട്ടും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ നമുക്ക് ആ ഒരു ചട്നിയുടെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താളിപ്പും ചേർക്കാവുന്നതാണ്. നല്ല ചൂടോട് കൂടിയുള്ള ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ചട്നി മതി കേട്ടോ. അത്ര ടേസ്റ്റാണ്. പാത്രം കാലിയാവുന്നത് അറിയില്ല. ഇനി എണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ താളിപ്പും സെറ്റായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ വളരെ എളുപ്പത്തിൽ വിത്തിൻ മിനിറ്റ്സിൽ കെമിക്കലും അമോണിയൊന്നും ഇല്ലാണ്ട് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വെള്ളമുടി നല്ല രീതിയിൽ തന്നെ കറുപ്പിക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് വെറുതെ വലിച്ചെറിയുന്ന മാതളപ്പഴത്തിൻ്റെയും ബീട്രൂട്ടിൻ്റെയും തോലാണ് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മുടി കറുപ്പിക്കുന്നതെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു കളറ് മുടിയിൽ നിലനിൽക്കുകയും ചെയ്യും. ബീട്രൂട്ടിൻ്റെ തോലിലും മാതളപ്പഴത്തിൻ്റെ തോലിലും നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ പ്രീമെച്യൂർ ഗ്രേ എന്നുള്ളൊരു പ്രശ്നം ഇല്ലാണ്ടാക്കാനുള്ള കഴിവുണ്ട്. സ്വിച്ച് ഇട്ട പോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 തവണ ഈ ഒരു പാക്ക് നമ്മുടെ തലയിൽ ഇട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രീമെച്യൂർ ഗ്രേ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. മുടി കൊഴിച്ചൽ, ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള മാതളപ്പഴത്തിൻ്റെ തോലും ബീട്രൂട്ടിൻ്റെ തോലും മിക്സിയുടെ ജാറിലിട്ട് ആദ്യമേ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത്. ഒരുപാട് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമല്ല, തെളിഞ്ഞ കഞ്ഞിവെള്ളം. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഇത് നല്ല തിക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം, തെളിഞ്ഞ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ അരച്ച് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ആയുർവേദിക് ഡോക്ടർ പറഞ്ഞൊരു കിഡിലൻ ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇതുപോലുള്ള മാതളപ്പഴത്തിൻ്റെ ബീട്രൂട്ടിൻ്റെ തോല് കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് ആഴ്ചയിൽ ഒരു തവണ നല്ലൊരു ഹെയർ പാക്കായിട്ട് നമ്മുടെ തലയിൽ ഇട്ട് വരികയാണെങ്കിൽ കാലനരയും മുടി കൊഴിച്ചിലും താരനും വേരോടെ തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് നമ്മൾ അരച്ച പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആയുർവേദിക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച അമോണിയ ഇല്ലാതെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബ്ലാക്ക് എണ്ണയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ബ്ലാക്ക് എണ്ണ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണഗതിയിൽ ബ്ലാക്ക് എണ്ണ ഡയറക്റ്റായിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് ഡ്രൈ ആകും. മാത്രമല്ല താരൻ്റെ ശല്യം ഉണ്ടാകും. മറിച്ച് നമ്മൾ ഈ ഒരു രീതിയിലാണ് ബ്ലാക്ക് ഹെന്ന ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവുകയില്ല. ബ്ലാക്ക് ഹെന്ന ഉപയോഗിച്ചാൽ അലർജി പ്രശ്നമുള്ളവരാണെങ്കിൽ ഹെന്ന പൗഡറും ഉപയോഗിക്കാവുന്നതാണ്. ബ്ലാക്ക് ഹെന്ന ഉപയോഗിച്ചാൽ നമുക്ക് വിത്തിൻ മിനിറ്റ്സിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വെള്ളമുടി കറുപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹെന്ന ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 4-5 ടൈമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ചീർപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡൈ ചെയ്യുന്നതെങ്കിൽ ആരുടെ ഹെൽപ്പും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ഡേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ഡേ ചെയ്ത് വരുന്നതെങ്കിൽ ഗ്രാജുവലായിട്ട് പിന്നീട് നമ്മുടെ വെള്ളമുടി റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുമൂലം തന്നെ മുടി വെട്ടി മടുക്കും. അത്രത്തോളം നല്ല വളർച്ചയും നിങ്ങളുടെ മുടിക്ക് ഉണ്ടാവും. താരൻ്റെ ശല്യം ഉണ്ടാവില്ല. മുടി നല്ല മിനുസമായിട്ട് നന്നായിട്ട് തന്നെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള സോപ്പ്, ഷാമ്പൂ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നല്ല കുറേ വീഡിയോസ് ഞാനൊരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.